ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ 15ാമത്തെ നോമ്പാണ്. ഇന്നത്തെ ഞങ്ങളുടെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ കാണാം. നോമ്പൊക്കെ അൽഹംദുലില്ലാ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി വെക്കാനായിട്ട് ഇതാ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുവും ഉലുവയും പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞതും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഈ സവാളയൊക്കെ വരുന്ന സമയം കൊണ്ടിട്ട് ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഇതാ സമൂസ ഷീറ്റ് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ആയിട്ട് ഇതേപോലെ മൈദയും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മിക്സ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഷീറ്റും കൂടെ വെച്ചിട്ട് നമ്മുടെ ഉള്ളി മസാല ആക്കത്തില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ പകുതിയും വെച്ച് കൊടുത്തിട്ട് ഇത് മാവ് തേച്ച് പിടിപ്പിച്ച് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ഒരു ഇഫ്താർ സ്നാക്കാവും. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഓരോന്ന് വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് പൊരിപ്പ് കഴിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്ക് ഓരോന്ന് വെച്ചിട്ട്. പിന്നെ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ ബീഫ് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇച്ചിരി നേരം കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് അടിപൊളി നമ്മുടെ കറി റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്കിന് അവൽ മിൽക്കാണ്. അപ്പോൾ പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ റോബസ്റ്റയുടെ പഴമായിരുന്നു, അത് ഉടച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെറു തീയിലിട്ടൊന്ന് വറുത്തെടുത്താണ്. അതിൻ്റെ മുകളിൽ കുറച്ച് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബൂസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മാത്രം ഇതിൽ ചേർത്താൽ മതി. പിന്നെ പാലും പഞ്ചസാരയും ഇച്ചിരി അല്പം വാനില എസൻസും കൂടെ മിക്സ് ചെയ്ത് വെച്ച അതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റും കൂടെ തട്ടിക്കൊടുത്തപ്പോൾ അടിപൊളി നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്നും ഇല്ലെങ്കിൽ ഇല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി അവൽ മിൽക്കും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഇത്രയൊക്കെ ആയിരുന്നു. ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഇന്ന് ബൺ പൊറോട്ട തയ്യാറാക്കാനായിട്ട് 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം.
ഇതാ ഇതേപോലെ കയ്യിൽ ഒട്ടുന്ന രീതിക്ക് വേണം നമ്മുടെ പൊറോട്ടയുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇതാ ഇത്രയും വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, 1 കപ്പ് വെള്ളം എടുത്തതാണ്. അപ്പോൾ അത് ഫുള്ള് ഇതിലേക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുത്തിട്ട് ഇതേപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്തിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഒരു 2 മുതൽ 3 മണിക്കൂർ വരെയെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ 2 മണിക്കൂർ വരെ ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. 1.5 മണിക്കൂറൊക്കെ തന്നെ ആയപ്പോഴത്തേക്ക് ഇതാ മാവൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം എത്രത്തോളം നമ്മൾ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ 1.5 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇതാ ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ 4 കപ്പ് മൈദയ്ക്ക് 10 പൊറോട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 ബോൾസിൻ്റെ മുകളിലും എണ്ണ തടവിയിട്ട് ഇതേപോലെ ഒന്നും കൂടെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇതേപോലെ കവർ ചെയ്ത് വെക്കണം. പാർവാലിയോ? ഏതാ പാർവാലി? ഇതാ ഇത് വവ്വാലി. പാർവാലിയോ? ഇത് വവ്വാലി. എന്തുവാ വവ്വാലി? ഇതെന്തുവാ? ഇതെന്തുവാ? അങ്ങനെ അരമണിക്കൂറിന് ശേഷം നല്ല വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ എണ്ണ തടവിയതിന് ശേഷം ഒരു ബോൾ എടുത്തിട്ട് ഇതേപോലെ നല്ലതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരല്പം മൈദയുടെ പൊടി വിതറി കൊടുക്കണം. അങ്ങനെ വിതറി കൊടുത്തിട്ട് ഇത് നമുക്ക് ഇതേപോലെ ഇതിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കണം. കുറച്ച് മെനക്കെട്ട പണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മെനക്കെടാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എന്നൊന്നും നമ്മൾ ഇതേപോലെ തയ്യാറാക്കി കഴിക്കാത്തത് കൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് മെനക്കെട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്ക് എല്ലാ ബോൾസും ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ പൊറോട്ട ചുട്ടെടുക്കുമ്പോഴത്തേക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഉള്ളൊക്കെ വേവണം. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും കുക്കായതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പൊറോട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കാം. അങ്ങനെ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെനക്കെടാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വല്ലപ്പോഴുമൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്നത് കൊണ്ട് ഇച്ചിരി എണ്ണ അധികമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ പൊറോട്ടയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പൊറോട്ടയായിരുന്നു, നല്ല അടിപൊളി ബീഫ് കറിയായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.